വാഴത്തോരും മുമ്പേലാണെങ്കിൽ തൻ്റെ കൊച്ചുമോളെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്കെല്ലാവരെയും അതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്ന് ഔതക്കുട്ടി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ ഔതക്കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താപ്പാ ഇപ്പോൾ അപ്പന് അലീനയെ ഓടിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അലീനയെ ഓടിക്കാനാണല്ലോ അപ്പൻ വന്നത്, പിന്നെ ഇപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഞാൻ വിചാരിച്ചത് അവൾ നിൻ്റെ മകളൊന്നുമല്ല, ആരോ കാപട്യക്കാരിയാണെന്നല്ലേ. പക്ഷേ സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അല്ലേ കാര്യങ്ങളുടെ കിടപ്പ് വശം എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അല്ല അപ്പനിപ്പോൾ പോവില്ലേ, അപ്പനെന്തോ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നു. ആ മീറ്റിംഗ് മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ സത്യം പറയപ്പ, അപ്പൻ ഇന്ന് പോവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് പോണില്ല, നാളെ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പനോട് തുറന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പനിനി നാളെയും പോവില്ല, മറ്റൊന്നും പോവില്ല, ചിലപ്പോൾ അപ്പൻ ഇനി ഇവിടെ കൂടാനാണ് ചാൻസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയണെന്നും വരും എന്ന് പറയുന്നു. അവളെ വിട്ട് കളയണ്ടടാ, അവളെ നീ ചേർത്ത് പിടിച്ചോ എന്ന് പറയുന്നു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മോനെ സ്റ്റാലി, നീ നിൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തണം. നീ അവൾക്ക് കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഒക്കെ നൽകിയേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അപ്പൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ഞാൻ അവളെ സ്നേഹിക്കാമെന്ന് പറയുന്നു. അല്ല അപ്പൻ ഇവിടെ നിന്ന് കൂടുന്ന സ്ഥിതിക്ക് ഒന്ന് ഒഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ എനിക്ക് ഇനി നീ ഒന്നും വേണ്ട, എനിക്ക് അവളോട് കുറേ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടി പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, മോനെ നീ വെള്ളടിയും പുകവലിയൊക്കെ കുറയ്ക്കണം, പരമാവധി നിർത്താനായിട്ട് ശ്രമിക്കണം, അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, ഇത് അപ്പച്ചൻ തന്നെയാണോ പറയുന്നത്? നേരത്തെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അപ്പൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അത് അപ്പോഴല്ലേ, ഇപ്പോഴാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുന്നു. എന്നാൽ മാത്രമേ അലീന മോള് നീയുമായിട്ട് കൂടുതൽ അടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. കൂടാതെ നിൻ്റെ പല രീതികളും ഇനി അങ്ങോട്ട് മാറ്റം വരിക തന്നെ ചെയ്യും, നീ അഴിഞ്ഞു പോവുക തന്നെ ചെയ്യും സ്റ്റാലി എന്ന് പറയുന്നു. ലലിത, നീ എന്തായാലും അലീനയുടെ മുൻപിൽ മുട്ടുമടക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല എന്ന് പറയുമ്പോൾ, അത് ചിന്നമ്മയാണെങ്കിൽ നിന്നെ അവൾ വരച്ച വരയിൽ നിർത്തുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാം. അത് സ്റ്റാലിന് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ ചിട്ടയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അലീന തൻ്റെ ചിട്ടകളും രീതികളും മാറ്റുമോ എന്നൊരു സംശയം നമ്മുടെ സ്റ്റാലിക്ക്, അതായത് ലാലിച്ചന് ഉണ്ട് എന്ന് കാണാം. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ ഒരാഴ്ചയ്ക്ക് പോയിരിക്കുകയാണ്. 2 ദിവസത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരാഴ്ച മേലെ എടുത്തിട്ടാണ് തിരിച്ചു വരുന്ന സമയമാണെങ്കിൽ ഡ്രൈവറെയാണെങ്കിൽ നിർത്തിപ്പൊരിക്കുകയാണ് നമ്മുടെ ഔതക്കുട്ടി. എന്താടാ 2 ദിവസം എന്ന് പറഞ്ഞ് പോയിട്ട് ഇതിപ്പോൾ കുറേ ദിവസമായല്ലോ, എന്താ കാര്യം എന്ന് തിരക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇനി ജോലിക്ക് കയറണമെങ്കിൽ ലാലിച്ചനെ കണ്ടിട്ട് കയറിയാൽ മതി എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഒടുവിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിലാണെങ്കിൽ കുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്
കാണാൻ സാധിക്കുന്നു. തുടർന്ന് അവർ 3 ജോലിക്കാരും ചേർന്ന് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അല്ല, വന്നിരിക്കുന്നത് ശരിക്കും മോളാണോ എന്ന് ചോദിക്കുമ്പോൾ, എവിടെ, ഞാൻ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. ചില നേരത്ത് നല്ല ചായയൊക്കെ ഉണ്ട് എന്ന് പറയാണ്ടോ. ഇവരിങ്ങനെ അലീനയെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വല്യപ്പച്ചൻ കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട് എന്ന് കാണാം. വല്യപ്പച്ചൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടാ നിങ്ങളിങ്ങനെ ചോദിച്ച് ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അല്ലേ, അലീനയെ പറപ്പിക്കാനായിട്ട് വന്ന ഒരാളാണല്ലോ അവധക്കുട്ടിച്ചായൻ. ഇപ്പോൾ ഇതെന്നാ പറ്റി എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അതെ, ഞാൻ വിചാരിച്ചത് വേറെ ആരോ കബളിപ്പിക്കാൻ വന്നതാണെന്ന്. പക്ഷേ ഇത് അവൻ്റെ മോള് തന്നെയാണ്, അവൻ്റെ ചോര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവളുടെ വീടും കൂടിയായത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അനുസരണയോടെയൊക്കെ ഇവിടെ പെരുമാറിക്കൊള്ളണം. അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ പുറത്താക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് അവധക്കുട്ടി പറയുന്നുണ്ട്. മാന്യമായിട്ട് പെരുമാറണമെന്നും പറഞ്ഞു വെക്കുന്നു. എന്തെങ്കിലും വിഷമം അവൾക്ക് ഉണ്ടാക്കിയാൽ നിങ്ങളെല്ലാവരും അപ്പം തന്നെ ജോലിയിൽ നിന്നും പുറത്താകുമെന്നും അവധക്കുട്ടി താക്കീതോടെ പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജോലിക്കാരാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. അതായത് അലീനയെ രണ്ടുപേരും മകളായി അംഗീകരിച്ചു. ഒരാൾ അച്ഛനാണെങ്കിൽ ഒരാൾ വല്യപ്പച്ചൻ. രണ്ടുപേരും അംഗീകരിച്ചതറിഞ്ഞ അവർക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട്. രണ്ടുപേർക്കും ഇത് എന്തു പറ്റി? പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാണല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് നമ്മുടെ കുക്കണെങ്കിൽ പറയുന്നുണ്ട്. പൗലോസ് പറയാണ്, എടാ, ഇവിടുത്തെ നായ്ക്കൾ വരെ ആ പെൺകുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ പെൺകുട്ടി പറയുന്നതനുസരിക്കും, ആ പെൺകുട്ടിയുടെ കൂടെ സഞ്ചരിക്കും, ആ പെൺകുട്ടിയുടെ കൂടെ നടക്കും എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ഡ്രൈവർ വളരെയധികം ഞെട്ടുന്നുണ്ട്. എന്നോട് പോലും ഐറ്റങ്ങൾ ഇണങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് കാണാൻ കഴിയോ എന്ന് ചോദിക്കുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എന്തായാലും ഇതിൽ കൂടെയൊക്കെ വരും, അപ്പോൾ കാണാമെന്ന് പറയുന്നതാണ് പ്രേക്ഷകരെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ.